എറണാകുളം കളമശ്ശേരിയിൽ വിജയാഘോഷത്തിനിടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചത്. കളമശ്ശേരി നഗരസഭയിലെ UDF സ്ഥാനാർത്ഥി റിയാസാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അപമാനിച്ചത്. ഉമേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഉമേഷ്, എങ്ങനെയാണ് വിവരങ്ങൾ? ഈ കളമശ്ശേരി 43-ാം വാർഡ് KB പാർക്ക്, ആ വാർഡിൽ നിന്ന് വിജയിച്ച UDF സ്ഥാനാർത്ഥിയാണ് ഇതേ വാർഡിൽ പരാജയപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അപമാനിച്ചത്. ഈ വിജയാഘോഷം നടക്കുന്നതിനിടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ഒന്നിച്ച് വിജയാഘോഷം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചിഹ്നമായ ടെലിവിഷൻ ഈ ലീഗ് സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ അടിച്ചു തകർക്കുകയും പിന്നീട് ഈ ചിഹ്നത്തിന് മുകളിൽ കാൽ വെച്ച് കാൽ കഴുകുകയും ഒക്കെ ചെയ്തത്. ഇത് കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തു. ഇതാണ് തർക്കത്തിന് കാരണമായത്. ആ തരത്തിൽ സ്ഥാനാർത്ഥിയെ അപമാനിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് കയ്യാങ്കളിയിലേക്ക് എത്തുകയുമായിരുന്നു. ഈ വാർഡിൽ മത്സരിച്ച 43-ാം വാർഡിൽ മത്സരിച്ച ലീഗ് സ്ഥാനാർത്ഥി, UDFന്റെ ടിക്കറ്റിൽ മത്സരിച്ച ലീഗ് സ്ഥാനാർത്ഥി റിയാസ് ആണ് ഇത്തരത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ സ്വതന്ത്രനെ അപമാനിച്ചത്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കൊണ്ടൊരു പ്രത്യേകത, പ്രശാന്ത് എന്ന് പറയുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇവിടെ മുൻ കോൺഗ്രസ് കൗൺസിലറാണ്. എന്നാൽ ഇത്തവണ പ്രശാന്തിന് കോൺഗ്രസ് ടിക്കറ്റ് നൽകിയില്ല. ഇതേ തുടർന്നാണ് ഈ ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രശാന്ത് സ്വതന്ത്രനായി മത്സരിച്ചത്. ഒടുവിൽ പ്രശാന്ത് പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അപമാനിക്കുന്ന തരത്തിൽ ലീഗ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായത്. ഇത് കോൺഗ്രസ് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചത്. പിന്നീട് മുതിർന്ന നേതാക്കൾ ഇടപെട്ട് സാഹചര്യം ശാന്തമാക്കുകയായിരുന്നു. ഭദ്ര.